ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഓൾ കേരള ഫ്രീ ടെസ്റ്റ് അത് എങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ്, ഇപ്പം ആദ്യം കാണിക്കുന്നത് കണ്ടിന്യൂ ലേണിംഗ് എന്നുള്ളതായിരിക്കും. അത് നിങ്ങൾ ഇതുവരെ എൻറോൾ ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ദെൻ അവിടെ നിന്ന് നിങ്ങൾ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ PSC, അതുപോലെ തന്നെ PSC 10th ലെവൽ കോഴ്സുകൾ, അതുപോലെ തന്നെ ഫ്രീ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ PSCയുടെ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ PSCയുമായിട്ട് ഇപ്പോൾ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതുപോലെ PSC അങ്ങനെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇതുപോലെ ഡിഗ്രി പ്രിലിംസ് 2026 ഓൾ കേരള ഫ്രീ മോക്ക് ടെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ഇപ്പം ഓപ്പൺ ആണ്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു ട്രയൽ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രയൽ ക്വസ്റ്റ്യൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നിങ്ങളിപ്പം 10th ലെവൽ ആണെന്നുണ്ടെങ്കിൽ 10th ലെവൽ നമ്മൾ പുതിയതായിട്ട് ഒരു കോഴ്സ് കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീ ബാച്ച് ഉണ്ട്. അതുകൂടാതെ ഒരു വീഡിയോ ടെസ്റ്റ് സീരീസ് ബാച്ച് നമ്മൾ എങ്ങനെയാണോ ഡിഗ്രി ലെവലിനെ ലോഞ്ച് ചെയ്തത് അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് സീരീസ് ബാച്ചും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂലി ആഡഡ് കോഴ്സസ് ഇതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ന്യൂലി ആഡഡ് കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഏതെങ്കിലും കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് 2026 ഫ്രീ മോക്ക് ടെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, റിസൾട്ട് നോക്കാനും പറ്റും. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിസൾട്ട് ഉണ്ടാവില്ല, അറ്റംപ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സിംഗിൾ ടാബ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ നിങ്ങൾ ടെസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് വെറുതെ മാർക്ക് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ എനിക്ക് സബ്മിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബാക്കോട്ടേക്ക് പോകും. എന്നിട്ട് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വ്യൂ റിസൾട്ട് എന്ന് പറഞ്ഞ് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണുന്നതായിരിക്കും. അങ്ങനെ ആ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റാങ്ക് 52 പേര് ടെസ്റ്റ് എടുത്തതിൽ 47 റാങ്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എടുത്ത റാങ്ക് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഓരോ സൊല്യൂഷൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി സൊല്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ ഏതാണ്, ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്, അതിൻ്റെ സൊല്യൂഷൻ ഇതുപോലെ നിങ്ങൾക്ക് താഴെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സൊല്യൂഷൻസ് മാക്സിമം മലയാളത്തിൽ തന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് ഇംഗ്ലീഷിലുമാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ താഴെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊരു ടെസ്റ്റ് ആയതുകൊണ്ട്, ഒരു ഫ്രീ ആയിട്ടുള്ളതായതുകൊണ്ട് ഈ 10 ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് സിമ്പിളായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡിഫിക്കൽട്ടി ലെവൽ എല്ലാം ഈസി എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളെടുത്ത സമയം എത്രയാണ്, ആവറേജ് ടൈം എത്രയാണ്, ഓക്കെ, എത്ര പേര് ഈ ഒരു ക്വസ്റ്റ്യന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഇവിടെ റിപ്പോർട്ട് ആൻഡ് എറർ എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തോന്നി ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഇനി എക്സാമിനേഷന് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബുക്ക് മാർക്കിൽ പിന്നെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ മാത്രം, ഈ ടെസ്റ്റ് പിന്നെ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, ആ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് ബുക്ക് മാർക്കിൽ അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ആ കാര്യം മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ബുക്ക് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓരോ ടെസ്റ്റിലും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവസാനം നിങ്ങൾക്ക് ആ ബുക്ക് മാർക്സ് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ല മെൻസുറേഷൻ, അതിലെ ബുക്ക് മാർക്സ് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും PDF അത് നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ആ പേജ് നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പിന്നെ ആ പേജ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ, അതായത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ട്, ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾ എന്തൊക്കെയാണോ പഠിക്കാൻ വേണ്ടി ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചത് അത് ഈ മുകളിൽ സെർച്ച് ഉണ്ടാവും, പിന്നെ ആർക്കൈവ് കോഴ്സസ് ഉണ്ടാവും, ഇപ്പുറത്തെ ബുക്ക് മാർക്ക് ഉണ്ടാവും. ഇവിടെ ഈ മൂന്നാമത്തതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ ആപ്പ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതിൽ നിങ്ങൾ എൻറോൾ ചെയ്തതുണ്ടായിരിക്കും, അതുപോലെ ഫ്രീ ആയിട്ടുള്ള വെബിനാർ കാര്യങ്ങൾ അതുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് അതിൽ ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ഡീറ്റെയിൽസ് അതിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കോഴ്സസ് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പം അങ്ങനെ നിങ്ങൾ നോക്കുക. ഇതിൽ ടെസ്റ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് 2026 ഓൾ കേരള ഫ്രീ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാവുന്നതാണ്. ദെൻ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിനെ റിവ്യൂ ചെയ്യണം, റേറ്റിംഗ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ടെസ്റ്റിൽ ആ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കൊടുക്കുക. അത്തരം കാര്യങ്ങളും കൂടെ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ ടെസ്റ്റ് എടുക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലും ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.